പക്ഷേ എസ് ഡെന്നി, ഈ അഴിമതി വിവാദമായതിനു പിന്നാലെയാണ് ഈ കരാർ റദ്ദാക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, അതിനു മുൻപ് ഒരു പക്ഷേ ഇത് ഇറ്റലിയിൽ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇറ്റാലിയൻ കോടതി നിയമ നടപടികൾ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തെ പ്രതിരോധ മേഖലയ്ക്ക് തന്നെ അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കരാർ തുടർന്നും പോകുകയും ഇത് ഗുരുതരമായ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുകയും ചെയ്യുകയില്ലായിരുന്നു. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ എത്ര രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാലും ഒരു സൈനിക മേധാവി, വ്യോമസേനാ മേധാവി ഇതിന് അനുവാദം നൽകണമെങ്കിൽ എത്രത്തോളം അപകടകരമായ മൂല്യച്യുതിയാണ് ഈ മേഖലയിൽ വന്നിരിക്കുന്നത്? അതിലേക്ക് നയിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രതിരോധ മേഖലയെ പോലും തകർക്കുന്ന രീതിയിലേക്കുള്ള ഈ രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ സ്വാധീനം, സമ്മർദ്ദം ഒക്കെ വന്നത് എന്തുകൊണ്ടായിരിക്കാം? നോക്കൂ മാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു അഴിമതി തന്നെയാണ്. നമ്മളെല്ലാവരും പറഞ്ഞ പോലെ വായുസേനയിലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു ഓഫീസർ, എയർ ചീഫ് മാർഷൽ SP ത്യാഗി, അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്ന് പറയുമ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ അസാധാരണമായിട്ടുള്ള ഒരു അഴിമതി കേസാണ്. ഇതിന് നേരത്തെയും ഒക്കെ ഇതുപോലത്തെ ചില ഡിഫൻസ് ഡീൽസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹയസ്റ്റ് ലെവലിൽ അതും നേരിട്ട് ഇടപെട്ട് അതിന്റെ സീലിംഗ്, അതായത് 6000 മീറ്റർ 4500 ഒക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഞാൻ കാണുന്നത് ഇത് ഒരു വ്യക്തി മാത്രമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടാണ് നേരത്തെ മാഡം ചോദിച്ച പോലത്തെ ഇത് എത്രമാത്രം പ്രഷർ പുറത്തുനിന്ന് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം തീർച്ചയായിട്ടും ആ ലെവലിലൊക്കെ എത്തുന്ന ഓഫീസേഴ്സ് ഇതിലൊക്കെ എന്താ പറയുക, ഈ ഒരു പ്രഷേഴ്സ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ശേഷിയുള്ള ആളുകളാണ് അവിടെ വരുന്നത്. അത്രമാത്രം ക്യാരക്ടറൊക്കെ ഉള്ളവരാണ് അവിടെ എത്തുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിന്നാണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സമൂഹത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ സൈന്യത്തിന്റെ ഉള്ളിലും ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊരു എക്സെപ്ഷൻ മാത്രമാണ്, ഒരു അബറേഷൻ മാത്രമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് എത്ര ഓഫീസേഴ്സ് അവരുടെ സ്വന്തം ജീവൻ കൊടുത്താലും ശരി, സ്വന്തം കരിയർ കൊടുത്താലും ശരി, അവർ ആ ഒരു തെറ്റായ രീതിയിലേക്ക് പോകാതെ ഇരിക്കാൻ നമ്മൾ നേരിട്ട് അറിയാവുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അബറേഷൻ ആണ്. അതൊരു ആ ഒരു അബറേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ അന്ന് അത് കഴിഞ്ഞിട്ടും കുറെ അനാലിസിസ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സംഭവം പാടില്ലായിരുന്നു. കാരണം രാഷ്ട്ര സുരക്ഷയെ നേരിട്ട് എഫക്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു VVIP ഹെലികോപ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് പറക്കുന്നത്. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ആ ഒരു വ്യക്തിയുടെ ഒരു ജീവനെ വെച്ചിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു കീഴ്വഴക്കം അല്ലെങ്കിൽ നല്ലൊരു രീതിയും അല്ല. അവിടാണ് ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് മറ്റ് അഴിമതിക്കാട്ടിയും മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പീരിയഡ്, അതായത് ആ ഒരു 10-year പീരിയഡിൽ നമുക്ക് ധാരാളം തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഫാക്ട് ഞാൻ കാണുന്നത് ഈ ഒരു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഡീൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു, ബിക്കോസ് അതൊരു VVIP ഹെലികോപ്റ്റേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി, ഹെലികോപ്റ്റേഴ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അതിനൊക്കെ മുകളിൽ നമുക്ക് ധാരാളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതും അഴിമതിയുടെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അഴിമതി നടക്കും എന്ന് വെച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക. അങ്ങനെ ഈ ഒരു അഴിമതി ഡിഫൻസ് ഡീൽസിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ച കുറെ ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എയർഫോഴ്സിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 42 സ്ക്വാഡൻസ് വരെ വേണം. രണ്ട് അഡ്വേഴ്സറീസിനെ ഒരേ സമയത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ, ഒന്ന് ചൈനയും പാകിസ്ഥാനും, ഏകദേശം 42 സ്ക്വാഡൻസ് ആണ്. പക്ഷെ വർഷങ്ങളോളം ഡിസിഷൻ എടുക്കാതിരിക്കുകയും പഴയ എക്യുപ്മെന്റ്സിനെ പുതിയ രീതിയിലേക്ക് മാറ്റാതിരിക്കാൻ കാരണം നമ്മൾ ആ സ്ക്വാഡ്രൺ ലെവലിൽ വളരെ താഴ്ന്ന് വന്നു, ഡേഞ്ചറസ്ലി ലോ എന്ന് പറയുന്ന പോലത്തെ രീതിയിലേക്ക് മാറി. അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് റഫാൽ യുദ്ധവിമാനം നേരിട്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപെട്ട് കൊണ്ടുപോയിട്ട് മാത്രമാണ് നമുക്കറിയാം ഗൽവാൻ യുദ്ധത്തിന്റെയൊക്കെ ആ ഒരു കോൺഫ്ലിക്ട് സമയത്ത് നമുക്കൊരു ഓപ്പറേഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അവിടെയും വലിയ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ റഫാൽ യുദ്ധവിമാനം കൊണ്ടുവരാൻ അവിടെയും ധാരാളം അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് സുപ്രീം കോടതി വരെ പോയിട്ട് പോലും അത് അങ്ങനൊന്നും ഇല്ല എന്ന് ക്ലിയർ ആയിട്ടുള്ള റൂളിംഗ് വന്നിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഡിഫൻസ് ഡീൽസിൽ എപ്പോഴും ഒരു അഴിമതിയുടെ ഒരു ക്ലൗഡ് എപ്പോഴും കാണും. അല്ല ശ്രീ, ഇവിടെ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്
ഈ അഴിമതി കഥകൾ ഇതിന് മുൻപും വന്നിട്ടുണ്ട്, ബൊഫോഴ്സിലടക്കം വന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ക്വാളിറ്റി അതായത് അപകടകരമായ രീതിയിൽ ഇത് ബാധിക്കത്തക്ക മാറ്റി നിർത്തിക്കൊണ്ടുള്ള അഴിമതിയാണ്. എപ്പോഴും പണമിടപാടിൽ മാത്രമാണ്. ബൊഫോഴ്സിൻ്റെ അഴിമതിയിൽ നമുക്കറിയാം അത് ക്വാളിറ്റിയുള്ള ഗണ്ണുകൾ തന്നെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ 6000 മീറ്റർ ഉയരത്തിൽ പറക്കേണ്ടുന്നതിനെ ഈ അഴിമതി നടത്താൻ വേണ്ടി മാത്രം, കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി മാത്രം അത് 4500-ലേക്ക് ഒരു വ്യോമസേനാ മേധാവി തിരുത്തണമെങ്കിൽ അതിലെ അപകടം അവസ്ഥയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അതെന്തുകൊണ്ടാണ് അതിന് മുതിരുന്നത്? തീർച്ചയായിട്ടും അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്റ്റേണൽ പ്രഷറാണ്. ഇപ്പൊ ആ എക്സ്റ്റേണൽ പ്രഷർ എന്തുകൊണ്ടാണെന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള അഫിലിയേഷൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഹെൽപ്പ് ചെയ്തതിന് തിരിച്ച് ഉള്ള ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിലാവാം, എന്തെങ്കിലും ആവാം, ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള വീക്ക്നെസസ് കൊണ്ടാവാം, മറ്റു കാരണങ്ങളും ഉണ്ടാവാം. അപ്പൊ അത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അബറേഷൻ മാത്രമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ 1-2 വ്യക്തികളുടെ അന്നത്തെ ഡിസിഷൻ എടുത്തതിന്റെ അപ്പൊ മേ ബി ഒരു ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കറേജ് അദ്ദേഹം കാണിച്ചു കാണത്തില്ല. നമ്മളിപ്പോ ഇത് അസംപ്ഷൻസ് പറയാണ്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഡീൽസ് നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു പാരാമീറ്റേഴ്സ് ചേഞ്ച് മുമ്പൊന്നും നടന്നിട്ടില്ല. അത് വാസ്തവം തന്നെയാണ്. ആ പാരാമീറ്റേഴ്സ് ചേഞ്ചിലൂടെ ഡെഫിനറ്റ്ലി ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഹെലികോപ്റ്ററിന്റെ കാപ്പബിലിറ്റിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒരു എയർ ചീഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്, ധാരാളം കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം കാണും. ആ കാരണം നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഹയസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഹയസ്റ്റ് ആയിട്ടുള്ള എയർഫോഴ്സ് ലീഡർഷിപ്പ്, ഹയസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഡീലിനകത്ത് നടത്തിയത്. ആ ഡീലിനകത്ത് ആരൊക്കെ എന്തൊക്കെ പങ്കുണ്ട് എന്നുള്ളതൊക്കെ ഇനി വരാനുള്ള സാധ്യതയുള്ളൂ, ഇനി വരുന്ന സമയത്ത് നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഓപ്പറേഷണൽ പാരാമീറ്റേഴ്സ് ഇത്രയും ബ്ലേറ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വളരെ ഓപ്പൺലി മാറ്റിയ മുൻ ഒരു ചരിത്രം ഇല്ല.